നമസ്കാരം. GK PSC സ്വാഗതം. വരാൻ പോകുന്ന PSC പരീക്ഷകളിൽ 3 മാർക്കിന്റെ ടോപ്പിക്കായ ഫിസിക്സിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് ഈ ഒറ്റ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ഭൗതിക ശാസ്ത്രത്തിൻ്റെ ശാഖകളെക്കുറിച്ച് നോക്കാം. പ്രകാശത്തിൻ്റെ ഗുണത്തെയും സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനം. ഒപ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. അക്വസ്റ്റിക്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനം. ഡൈനാമിക്സ്. ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനെയും അറ്റോമിക കണങ്ങളെയും കുറിച്ചുള്ള പഠനം. ന്യൂക്ലിയർ ഫിസിക്സ്. ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെയും അവയെ നിയന്ത്രിച്ച് ഉപയോഗപ്രദമാക്കുന്നതിനെയും കുറിച്ചുള്ള പഠനം. ഇലക്ട്രോണിക്സ്. ആകാശഗോളങ്ങളുടെ ഭൗതിക സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനം. ആസ്ട്രോഫിസിക്സ്. വസ്തുവിൻ്റെ സ്വഭാവത്തെയും പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങളെയും കുറിച്ചുള്ള പഠനം. മെക്കാനിക്സ്. താപോർജ്ജത്തെക്കുറിച്ചും ഊർജ്ജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനം. തെർമോഡൈനാമിക്സ്. അടുത്ത് നമുക്ക് ദ്രവ്യത്തെക്കുറിച്ച് നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ്. പിണ്ഡം. ദ്രവ്യത്തിന് പ്രധാനമായും 7 അവസ്ഥകളാണുള്ളത്. ഖരങ്ങൾ, ദ്രാവകങ്ങൾ, വാതകങ്ങൾ, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ. പ്ലാസ്മ. സൂര്യൻ്റെയും നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ. പ്ലാസ്മ. തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ. പ്ലാസ്മ. വളരെ ഉയർന്ന ഊഷ്മാവിൽ ദ്രവ്യം എത്തിച്ചേരുന്ന അവസ്ഥ. പ്ലാസ്മ. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ. പ്ലാസ്മ. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞർ. സത്യേന്ദ്രനാഥ ബോസ്, ആൽബർട്ട് ഐൻസ്റ്റീൻ. താഴ്ന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ. ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളിലും കാണപ്പെടുന്ന അടിസ്ഥാനപരമായ പ്രാഥമിക കണങ്ങൾ. ക്വാർക്ക്. ദ്രവ്യത്തിൻ്റെ ക്വാർക്ക് മോഡൽ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ. മുറേ ജെൽമാൻ, ജോർജ് സ്വിംഗ്. ക്വാർക്കുകൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കണങ്ങൾ. ഹാഡ്രോൺ. ദൈവകണം എന്നറിയപ്പെടുന്നത്. ഹിഗ്സ് ബോസോൺ. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം. ഹിഗ്സ് ബോസോൺ. ദൈവകണം എന്ന പദം ആദ്യമായി പ്രയോഗിച്ച ശാസ്ത്രജ്ഞൻ. ലിയോൺ ലിഡർമാൻ. ബോസോൺ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പോൾ ഡിറാക്. MKS സമ്പ്രദായത്തിൻ്റെ പരിഷ്കരിച്ച രൂപം. SI സമ്പ്രദായം. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായം. SI സമ്പ്രദായം. SI യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ. 7. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. മീറ്റർ. സമയത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. സെക്കൻഡ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം. പ്രകാശവർഷം. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. കിലോഗ്രാം. അടുത്ത് നമുക്ക് ചലനത്തെക്കുറിച്ച് നോക്കാം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ചലനം. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം. സ്റ്റാറ്റിക്സ്. ഒരു വസ്തുവിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനം. നേർരേഖാ ചലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ചലനം. ഭ്രമണം. കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം. ഭ്രമണം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനം. ഭ്രമണം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ പുറത്തു വരുന്ന ചലനം. പരിക്രമണം. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം. പരിക്രമണ ചലനം. സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക ചലനം. പരിക്രമ ചലനം. ഒരു വസ്തുവിൻ്റെ വൃത്താകാര പാതയിലൂടെയുള്ള ചലനം. വർത്തുള ചലനം.
ദൂരേക്കെറിയുന്ന കല്ലിൻ്റെ പതനം ഏത് തരം ചലനമാണ്? വക്രരേഖാ ചലനം. തുലനത്തെ ആസ്പദമാക്കിയുള്ള ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനം ദോലനം. അടുത്ത് നമുക്ക് ദൂരവും സ്ഥാനാന്തരത്തെയും കുറിച്ചും നോക്കാം. സഞ്ചരിച്ച പാതയുടെ നീളം ദൂരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ അദിശ അളവുകൾ. പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകൾ സദിശ അളവുകൾ. സ്ഥാനാന്തരം ഒരു സദിശ അളവുമാണ്. ദൂരം ഒരു അദിശ അളവാണ്. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം വേഗം. യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരം പ്രവേഗം. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈൽ. മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗം ഒരു നോട്ട്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ട്. ചലനത്തിനുള്ള ഒരു വസ്തു തുല്യമായ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗം. തുല്യമായ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം അസമവേഗം. വാഹനത്തിൻ്റെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. ഏറ്റവും വേഗത്തിൽ പായുന്ന ജീവി ചീറ്റപ്പുലി. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം 0. സമവേഗത്തിൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രധാന സമയഗ്രാഫ് ഏത് രൂപത്തിലായിരിക്കും? നേർരേഖയായിരിക്കും. സ്ഥാന സമയഗ്രാഫ് നേർരേഖയിലല്ലാത്ത സന്ദർഭത്തിൽ വസ്തുവിൻ്റെ ചലനം അസമവേഗത്തിലായിരിക്കും. ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തെ ലോ ഓഫ് ഇനർട്ടിയ എന്ന് പറയുന്നു. ഒന്നാം ചലന നിയമത്തിൽ ജഡത്വത്തെക്കുറിച്ച് വിവരിക്കുന്നു. ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഗലീലിയോ. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണം ആക്കം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. അന്തരീക്ഷത്തിലേക്ക് ചരിച്ച് വിശേഷിപ്പിക്കുന്ന വസ്തുക്കൾ പ്രോജക്ടൈലുകൾ. ക്ലോക്ക് നിർമ്മാണ കല ഹോറോളജി. സമയം അളക്കുന്ന ശാസ്ത്രം ഹോറോളജി. ISRO സ്ഥാപിതമായ വർഷം 1969 ഓഗസ്റ്റ് 15. ISROയുടെ ആസ്ഥാനം അന്തരീക്ഷ് ഭവൻ ബംഗളൂരു. ISRO ബഹിരാകാശ വകുപ്പിന് കീഴിലായ വർഷം 1972. ISRO സാറ്റലൈറ്റ് സെന്റർ സ്ഥാപിതമായ വർഷം 1972. ഇന്ത്യയുടെ ആദ്യ പരീക്ഷണ ഉപഗ്രഹം ആര്യഭട്ട. ആര്യഭട്ട വിക്ഷേപിച്ച വർഷം 1975. ഇന്ത്യയുടെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര 1. ഭാസ്കര 1 നിക്ഷേപണത്തിന് സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. ഭാസ്കര 1 വിക്ഷേപിച്ച വർഷം 1979 ജൂൺ 7. ഇന്ത്യ വികസിപ്പിച്ച ആദ്യ വിക്ഷേപണ വാഹനം SLV-3. SLV-3 നിക്ഷേപിച്ച വർഷം 1979 ഓഗസ്റ്റ് 10. ഈ വിക്ഷേപണം പരാജയമായിരുന്നു. SLV-3 വിജയകരമായി വിക്ഷേപിച്ച വർഷം 1980 ജൂലൈ 18. SLV-3യുടെ സഹായത്തോടെ ബഹിരാകാശത്തെത്തിച്ച ഉപഗ്രഹം RS-1. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം RS-1. RS-1 വിക്ഷേപിച്ചത് ഇന്ത്യയുടെ നിക്ഷേപണ വാഹനത്തിൻ്റെ സഹായത്താലാണ്. ആപ്പിൾ വിക്ഷേപിച്ച വർഷം 1981 ജൂൺ 19. SLV റോക്കറ്റുകളുടെ ശേഷി 40 kg. ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ വിക്ഷേപണ വാഹനം ASLV. ASLV വിക്ഷേപിച്ച വർഷം 1987.
ASLV റോക്കറ്റുകളുടെ ശേഷി 150 kg. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച വർഷം 1994. ഇന്ത്യ ക്രയോജനിക് അപ്പർ സ്റ്റേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം 1994. ഇന്ത്യ ആദ്യമായി വികസിപ്പിച്ച ക്രയോജനിക് എൻജിൻ 7.5. GSLV മാർക്ക് 2 വിജയകരമായി വിക്ഷേപിച്ച വർഷം 2014. GSLV മാർക്ക് 3 വിക്ഷേപിച്ച വർഷം 2014. ഇന്ത്യയുടെ ആദ്യ സമുദ്ര പഠനങ്ങൾക്കായുള്ള ഉപഗ്രഹം ഓഷ്യൻ സാറ്റ് വിക്ഷേപിച്ചത് 1999 മെയ് 26. ഓഷ്യൻ സാറ്റ് വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. ഇൻഡോ സോവിയറ്റ് മാൻഡ് സ്പേസ് മിഷൻ നടന്ന വർഷം 1984 ഏപ്രിൽ 2. ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയൻ രാകേഷ് ശർമ്മ യാത്ര ചെയ്ത വാഹനം സോയൂസ് T-11. ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം കൽപ്പന 1 വിക്ഷേപിച്ചത് 2002 സെപ്റ്റംബർ 12. കൽപ്പന 1 വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. മെറ്റ്സാറ്റ് കൽപ്പന 1 എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട വർഷം 2003 ഫെബ്രുവരി 5. മെറ്റ്സാറ്റിന് കൽപ്പന 1 എന്ന പേര് നൽകിയത് AB വാജ്പേയി. ഭൗമനിരീക്ഷണത്തിനും വിദൂര സംവേദനത്തിനും വേണ്ടിയുള്ള ഉപഗ്രഹം റിസോഴ്സ് സ്റ്റാറ്റ് വിക്ഷേപിച്ചത് 2003 ഒക്ടോബർ 17. റിസോഴ്സ് സ്റ്റാറ്റ് വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിക്ഷേപിച്ച ഉപഗ്രഹം എഡ്യൂസാറ്റ് വിദ്യയുടെ ഉപഗ്രഹം എന്നും അറിയപ്പെടുന്നു. എഡ്യൂസാറ്റ് വിക്ഷേപിച്ചത് 2004 സെപ്റ്റംബർ 20. എഡ്യൂസാറ്റ് വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. ഭൂപടങ്ങൾ തയ്യാറാക്കുന്നതിനു വേണ്ടി വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം കാർട്ടോസാറ്റ് 1 വിക്ഷേപിച്ചത് 2005 മെയ് 5. കാർട്ടോസാറ്റ് വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. കാർട്ടോസാറ്റ് 2 വിക്ഷേപിച്ചത് 2007 ജനുവരി 10. കാർട്ടോസാറ്റ് 2 വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. കാർട്ടോസാറ്റ് 2A വിക്ഷേപിച്ച വർഷം 2008 ഏപ്രിൽ 28. കാർട്ടോസാറ്റ് 2A വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് റിസാറ്റ് 1 വിക്ഷേപിച്ചത് 2012 ഏപ്രിൽ 26. റിസാറ്റ് 1 വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. സമുദ്ര പഠനത്തിനു വേണ്ടിയുള്ള ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും സംയുക്ത സംരംഭം സരൾ വിക്ഷേപിച്ച വർഷം 2013 ഫെബ്രുവരി 25. സരൾ വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ ആദ്യ നാനോ ഉപഗ്രഹം ജുഗ്നു വിക്ഷേപിച്ച വർഷം 2011 ഒക്ടോബർ 12. ISROയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ ഒരു സർവകലാശാല നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം അനുസാറ്റ് വിക്ഷേപിച്ച വർഷം 2009 ഏപ്രിൽ 20. ഭാരമേറിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ പര്യാപ്തമായ വിക്ഷേപണ വാഹനം GSLV മാർക്ക് 3. ISROയുടെ 100ാമത്തെ ദൗത്യം PSLV C-21. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1 വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 1 വിക്ഷേപണ വാഹനം PSLV C-11. ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് 2008 നവംബർ 8. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് 2008 നവംബർ 14. ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത്
AB വാജ്പേയി. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ഭാഗം മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഭാഗം ഷാക്കിൾട്ടൺ ഗർത്തം. ചന്ദ്രയാൻ വിക്ഷേപണത്തിന് സഹായം നൽകിയ രാജ്യം റഷ്യ. ചന്ദ്രയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 11. ചന്ദ്രയാൻ പ്രവർത്തനം നിലച്ചത് 2009 ഓഗസ്റ്റ് 29. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ G മാധവൻ നായർ. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രോജക്റ്റ് ഡയറക്ടർ M അണ്ണാദുരൈ. അടുത്ത് നമുക്ക് ചന്ദ്രയാൻ 2 കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പരിവേഷണ ദൗത്യം ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 22 ജൂലൈ 2019. ചന്ദ്രോപരിതലത്തിൽ പരിവേഷണം നടത്തുന്ന ചന്ദ്രയാൻ 2 റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ചന്ദ്രയാൻ 2 പ്രോജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ ഋതു കരുതാൽ ശ്രീവാസ്തവ. ചന്ദ്രയാൻ 2 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K ശിവൻ. ചന്ദ്രയാൻ 2 ആകെ ചെലവ് 978 കോടി. അടുത്ത് നമുക്ക് മംഗൾയാനെ കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ പരിവേഷണ ദൗത്യം മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ ഇന്റർ പ്ലാനറ്ററി ദൗത്യം മംഗൾയാൻ. മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5. മംഗൾയാൻ വിക്ഷേപണ സ്ഥലം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയത് 2014 സെപ്റ്റംബർ 24. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിച്ച രാജ്യം ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം മംഗൾയാൻ. ചൊവ്വ ദൗത്യം വിജയിച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യ. ചൊവ്വ പരിവേഷണ ദൗത്യം വിജയിക്കുന്ന 4ാമത്തെ രാജ്യം ഇന്ത്യ. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തിയ ആദ്യ രാജ്യം ഇന്ത്യ. മംഗൾയാനിലെ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ 5. ചൊവ്വ പരിവേഷണത്തിന് ഇന്ത്യയെ സഹായിച്ച രാജ്യം ഫിജി. മംഗൾയാൻ വിക്ഷേപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ISRO ചെയർമാൻ K രാധാകൃഷ്ണൻ, പ്രോഗ്രാം ഡയറക്ടർ M അണ്ണാദുരൈ, പ്രോജക്റ്റ് ഡയറക്ടർ S അരുണൻ, വിക്ഷേപണ വാഹനമായ PSLV XLന്റെ ഡയറക്ടർ P കുഞ്ഞികൃഷ്ണൻ. 2022 ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ISROയുടെ ദൗത്യം ഗഗൻയാൻ. ഗഗൻയാൻ ദൗത്യത്തിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ റഷ്യ, ഫ്രാൻസ്. ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശത്തേക്ക് പോകുന്ന സഞ്ചാരികളുടെ എണ്ണം 3. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്ററിൻ്റെ ആദ്യ ചെയർമാനായ മലയാളി ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രോജക്റ്റ് ഡയറക്ടർ R ഹട്ടൻ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബിക. ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനം നാവിക്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ് വിക്ഷേപിച്ചത് 2015 സെപ്റ്റംബർ 28. ആസ്ട്രോസാറ്റ് വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. ഇന്ത്യ വിക്ഷേപിച്ചതിൽ വച്ച ഏറ്റവും ഭാരം കുറഞ്ഞ ഉപഗ്രഹം കലാം സാറ്റ് V2. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ ഉപഗ്രഹം ജിസാറ്റ് 7A. ജിസാറ്റ് 7A വിക്ഷേപണ ദിനം 2018 ഡിസംബർ 19. ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് 11. ജിസാറ്റ് 11 വിക്ഷേപണ കേന്ദ്രം കൗറു. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ചതിൽ ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് 29. ഇന്ത്യ ആദ്യമായി കണ്ടെത്തിയ എക്സോ പ്ലാനറ്റ് K2 236b. അടുത്ത് നമുക്ക് പ്രകാശത്തെക്കുറിച്ച് നോക്കാം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ്.
ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിൽ ആധാരം. സൂര്യനിൽ നിന്നുള്ള പ്രകാശം. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തി അഗസ്റ്റിൻ ഫ്രണൽ. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. ശൂന്യതയിൽ. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം. ശൂന്യത. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം. വജ്രം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം. വജ്രം. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം. ദൃശ്യപ്രകാശം. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റ്. പാർസെക്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. കാൻഡല. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം. ഫോസ്ഫറസ്. കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം. മഞ്ഞ. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ മോട്ടോർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന നിറം. മഞ്ഞ. സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന നിറം. മഞ്ഞ. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ്. ആങ്സ്ട്രം. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്. കാൻഡല. പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് എ മെക്കൻസൺ. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണമായ ക്വാണ്ടം അറിയപ്പെടുന്നത്. ഫോട്ടോൺ. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം. ടാക്കിയോൺ. പ്രകാശവേഗത്തെ സ്വാധീനിക്കാനുള്ള ഒരു മാധ്യമത്തിൻ്റെ കഴിവ്. പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ പ്രകാശവേഗം കുറയുന്നു. ഗോളോപരിതലങ്ങളുള്ള ഒരു സുതാര്യ മാധ്യമമാണ് ലെൻസ്. പ്രധാനമായും ഉപയോഗിക്കുന്ന ലെൻസുകൾ. കോൺവെക്സ്, കോൺകേവ്. ഒരു ലെൻസിൻ്റെ മധ്യബിന്ദു അറിയപ്പെടുന്നത് പ്രകാശിക കേന്ദ്രം. ഒരു ലെൻസിൻ്റെ രണ്ട് വക്രതാ കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന സാങ്കല്പിക രേഖ. മുഖ്യ അക്ഷം. മുഖ്യ ഫോക്കസ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എഫ്. കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. പ്രകാശിക കേന്ദ്രത്തിൽ നിന്ന് മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം. ഫോക്കസ് ദൂരം. ഫോക്കസ് ദൂരം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എഫ്. മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾക്ക് കനം കുറഞ്ഞതുമായ ലെൻസ്. കോൺവെക്സ് ലെൻസ്. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസ്. ബൈഫോക്കൽ ലെൻസ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മധ്യത്തിൽ കനം കുറഞ്ഞ് വക്കുകൾ കനം കൂടിയിരിക്കുന്ന ലെൻസ്. കോൺകേവ് ലെൻസ്. അവതല ലെൻസ് എന്നറിയപ്പെടുന്നത് കോൺകേവ് ലെൻസ്. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യ. ഹോളോഗ്രാം. ഹോളോഗ്രാഫിയുടെ പിതാവ് ഡെന്നീസ് ഗാബോർ. ന്യൂകാർട്ടേഷ്യൻ രീതിയിൽ എല്ലാ അളവുകളും അളക്കേണ്ടത് മൂലബിന്ദുവിൽ നിന്ന്. മൂലബിന്ദുവായി കണക്കാക്കുന്നത് ലെൻസിൻ്റെ പ്രകാശിക കേന്ദ്രം. പ്രകാശരശ്മിയുടെ അതേ ദിശയിൽ അളക്കുന്നത് പോസിറ്റീവ്. പ്രകാശരശ്മിയുടെ എതിർദിശയിൽ അളക്കുന്നത് നെഗറ്റീവ്. എക്സ് അക്ഷരത്തിന് മുകളിലേക്കുള്ള ദൂരം പോസിറ്റീവ്. എക്സ് അക്ഷരത്തിന് താഴേക്കുള്ള ദൂരം നെഗറ്റീവ്. ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമം അറിയപ്പെടുന്നത് ലെൻസിൻ്റെ പവർ. പവറിൻ്റെ യൂണിറ്റ് ഡയോപ്റ്റർ. ഡയോപ്റ്ററിനെ സൂചിപ്പിക്കുന്ന അക്ഷരം ഡി. കോൺവെക്സ് ലെൻസിൻ്റെ പവർ പോസിറ്റീവ്. കോൺകേവ് ലെൻസിൻ്റെ പവർ നെഗറ്റീവ്. ആവർത്തനം നെഗറ്റീവ് ആണെങ്കിൽ പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും. ന്യൂനതകൾ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസുകൾ. ഹൈപ്പർമെട്രോഫിയ കോൺവെക്സ് ലെൻസ്. മയോപ്പിയ കോൺകേവ് ലെൻസ്. പ്രസ്ബോഫിയ
കോൺവെക്സ് ലെൻസ്, അസ്റ്റിഗ്മാറ്റിസം, സിലിണ്ടറിക്കൽ ലെൻസ്. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. വസ്തുക്കളിൽ പ്രകാശം ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതിഭാസം ക്രമപ്രതിഫലനം. മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിക്കുന്ന പ്രതിഭാസം വിസരിത പ്രതിഫലനം. പ്രതിപതനം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങൾ ഗോളീയ ദർപ്പണങ്ങൾ. സൂത്രക്കണ്ണാടിയായി ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ മിറർ. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങൾ കോൺകേവ് ദർപ്പണങ്ങൾ. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങൾ കോൺവെക്സ് ദർപ്പണങ്ങൾ. ഒപ്റ്റിക്കൽ ഗ്ലാസ്സായി ഉപയോഗിക്കുന്ന ദർപ്പണം ഫ്ലിന്റ് ഗ്ലാസ്. ഒരു ദർപ്പണം ഏത് ഗോളത്തിൻ്റെ ഭാഗമാണോ ആ ഗോളത്തിൻ്റെ കേന്ദ്രം വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന നേർരേഖ മുഖ്യ അക്ഷം. ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്ന് അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലം ഫോക്കസ് ദൂരം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസം പ്രതിഫലനം. ഒരു പ്രതലത്തിൽ പതിക്കുന്ന കിരണങ്ങൾ പതനകിരണം. പ്രതലത്തിൽ നിന്നും തിരിച്ചു വരുന്ന കിരണം പ്രതിപതന കിരണം. മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണത്തിന് കാരണമായ സൂക്ഷ്മ കണികകൾ ബാർബിൾസ്. മരുഭൂമിയിൽ മരീചിക എന്ന പ്രതിഭാസം ഉണ്ടാകുവാൻ കാരണമാകുന്ന പ്രതിഭാസം പ്രകാശത്തിന്റെ അപവർത്തനം. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം വജ്രം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിന്റെ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനം. ശരീരത്തിന്റെ ആന്തരിക ഭാഗങ്ങൾ വീക്ഷിക്കുവാനായി വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനം. ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് നരീന്ദർ സിംഗ് കപാനി. സൂക്ഷ്മങ്ങളായ അതാര്യ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന പ്രതിഭാസം ഡിഫ്രാക്ഷൻ. ആകാശ നീലിമയ്ക്കും ആഴക്കടലിൻ്റെ നീലിമയ്ക്കും കാരണം വിസരണം. ദൃശ്യപ്രകാശത്തിൽ വിസരണം കൂടുതൽ സംഭവിക്കുന്ന നിറം വയലറ്റ്. കണങ്ങളുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം കൂടുന്നു. വിസരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിറം ചുവപ്പ്. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണം വിസരണം. കടലിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ CV രാമൻ. ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ലോർഡ് റെയ്ലി. ചന്ദ്രനിൽ ആകാശത്തിൻ്റെ നിറം കറുപ്പ്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകാശ പ്രകീർണനം. തരംഗദൈർഘ്യം കൂടിയ നിറം ചുവപ്പ്. തരംഗദൈർഘ്യം കുറഞ്ഞ നിറം വയലറ്റ്. തെളിഞ്ഞ രാത്രി മേഘാവൃതമായ രാത്രിയേക്കാൾ തണുത്തിരിക്കാൻ കാരണം വികിരണം. മഴവില്ലിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം പ്രകീർണനം. മഴവില്ലിൻ്റെ ആകൃതി അർദ്ധവൃത്തം. മഴവില്ലിൻ്റെ പുറംവക്കിൽ കാണപ്പെടുന്ന നിറം ചുവപ്പ്. മഴവില്ലിൻ്റെ ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന നിറം വയലറ്റ്. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ മഴവില്ലിൻ്റെ ആകൃതി വൃത്താകൃതി. നീലപ്രകാശത്തിൽ ചുവന്ന പൂവിൻ്റെ നിറം കറുപ്പ്. ചുവന്ന പ്രകാശത്തിൽ പച്ച ഇലയുടെ നിറം കറുപ്പ്. പച്ച പ്രകാശത്തിൽ മഞ്ഞപ്പൂവിൻ്റെ നിറം പച്ച. പ്രാഥമിക വർണ്ണങ്ങൾ പച്ച, നീല, ചുവപ്പ്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ഹെർഷൽ. സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ്. വിദൂര വസ്തുക്കളുടെ ചിത്രങ്ങൾ പകർത്തുന്നതിനുപയോഗിക്കുന്ന പ്രകാശകിരണം ഇൻഫ്രാറെഡ്. കോസ്മിക് കിരണങ്ങൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ വിക്ടർ ഹെസ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷ വായുവിലെ പാളി ഓസോൺ പാളി. സൂര്യാഘാതം അഥവാ സൺബേണിന്
കാരണമാകുന്ന പ്രകാശകിരണം അൾട്രാ വയലറ്റ് കിരണം. കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രകാശകിരണം അൾട്രാ വയലറ്റ് കിരണം. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പ്രകാശകിരണം അൾട്രാ വയലറ്റ് കിരണം. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണം അൾട്രാ വയലറ്റ് കിരണം. ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം അൾട്രാ വയലറ്റ് കിരണം. ജലത്തിലുള്ള സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണം അൾട്രാ വയലറ്റ് കിരണം. എക്സ്റേ കണ്ടെത്തിയത് ആര്? വില്യം റോൺട്ജൻ. ആന്തരിക അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാൻ ഉപയോഗിക്കുന്ന കിരണം സോഫ്റ്റ് എക്സ്റേ. റേഡിയേഷൻ, ക്യാൻസർ ചികിത്സ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന കിരണം ഹാർഡ് എക്സ്റേ. തരംഗദൈർഘ്യം കൂടുതലും ഊർജം കുറവുമായ എക്സ്റേ സോഫ്റ്റ് എക്സ്റേ. എക്സ്റേ കടന്നു പോകാത്ത ഏകലോഹം ഈയം. റേഡിയോ സംപ്രേക്ഷണം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ JC ബോസ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹെർട്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം വിശദീകരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തിയത് ആര്? ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിൻ്റെ കണിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രണൽ. വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ്വെൽ. പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സ്വഭാവം സ്ഥിരീകരിച്ചത് ഹെൻറിച്ച് ഹെർട്സ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെർട്സ്. പ്രകാശത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക്. പ്രകാശത്തേക്കാൾ വേഗതയുള്ള കണങ്ങളായ ടാക്യോണുകളെ കണ്ടെത്തിയത് ECG സുദർശൻ. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് റോമർ. പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട്. ഘടകവർണ്ണങ്ങൾ ചേർന്നാൽ സമനിത്വ പ്രകാശം ലഭിക്കുമെന്ന് കണ്ടെത്തിയത് ഐസക് ന്യൂട്ടൺ. പ്രാഥമിക വർണ്ണങ്ങൾ 3 എണ്ണമാണെന്ന് കണ്ടെത്തിയത് തോമസ് യങ്. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജരൂപം ശബ്ദം. ശബ്ദമുണ്ടാകാൻ കാരണം വസ്തുക്കളുടെ കമ്പനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. ശബ്ദത്തിൻ്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കൾ ശബ്ദസ്രോതസ്സുകൾ. കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദമുണ്ടാകാൻ കാരണം ചിറകുകളുടെ കമ്പനം. ആവൃത്തിയുടെ യൂണിറ്റ് ഹെർട്സ്. കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മത സ്ഥായി. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവ് ഉച്ചത. ഉച്ചത ആശ്രയിച്ചിരിക്കുന്ന ഘടകങ്ങൾ കമ്പന ആയതി, ചെവിയുടെ ഗ്രാഹ്യത. ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ. ഉച്ചത അളക്കുന്ന ഉപകരണം ഡെസിബൽ മീറ്റർ. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ആവൃത്തി. താഴ്ന്ന സ്ഥായിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടം ബാസ്. ഉയർന്ന സ്ഥായിയിലുള്ള ശബ്ദതരംഗങ്ങളുടെ കൂട്ടം ട്രബിൾ. ട്യൂണിംഗ് ഫോർക്ക് കണ്ടെത്തിയത് ജോൺ ഷോറെ. സങ്കേതത്തിൽ സ്ഥാ എന്ന പദവുമായി ബന്ധപ്പെട്ടുപയോഗിക്കുന്ന പദം ശ്രുതി. ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ച സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ആരുടെ ബഹുമാനാർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റിന് ബെൽ എന്ന പേര് നൽകിയത്? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. ബെല്ലിൻ്റെ ചെറിയ അളവ് ഡെസിബൽ. മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കുന്ന തൊണ്ടയിലെ ഭാഗം
ലാരിങ്സ്. അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവി വവ്വാൽ. മനുഷ്യൻ്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദം ഇൻഫ്രാസോണിക് സൗണ്ട്. ശബ്ദത്തിൻ്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക്. ശബ്ദത്തേക്കാൾ രണ്ടിരട്ടി വേഗത സൂചിപ്പിക്കുന്നത് സൂപ്പർസോണിക്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകം. ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണം സോണിക് ബൂം. വളരെ വ്യക്തമായി കേൾക്കുന്ന പ്രതിഫലിച്ച ശബ്ദം പ്രതിധ്വനി. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം കാറ്റക്കോസ്റ്റിക്സ്. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം തരംഗദൈർഘ്യം. തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ടൈം പീരിയഡിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഒരു സെക്കൻഡിലുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം തരംഗവേഗം. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രമെടുക്കുന്ന പ്രക്രിയ എക്കോകാർഡിയോഗ്രഫി. ഭൂകമ്പം, വൻ സ്ഫോടനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായി ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗം സീസ്മിക് തരംഗങ്ങൾ. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനം സീസ്മോളജി. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റിക്ടർ സ്കെയിൽ. ശബ്ദ പ്രതിപതനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായ സെൻറ്റ് പോൾ കത്തീഡ്രലിലെ മർമ്മര ഗോപുരം സ്ഥിതി ചെയ്യുന്ന രാജ്യം ലണ്ടൻ. ശബ്ദത്തിൻ്റെ പ്രതിപതന സവിശേഷതയെ ഉപയോഗിച്ച് നിർമ്മിതമായ ഇന്ത്യയിലെ സൃഷ്ടി ഗോൾ ഗുംബസ്. സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദത്തിൻ്റെ സ്വഭാവം പ്രതിഫലനം. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിൽ. നായ്ക്കളുടെ ട്രെയിനിങ്ങിനായി ഉപയോഗിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിൽ. എക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് ഇരപിടിക്കുന്ന ജീവി വവ്വാൽ. ഡോപ്ലർ ഇഫക്റ്റ് ആദ്യമായി വിശദീകരിച്ച വ്യക്തി ക്രിസ്ത്യൻ ഡോപ്ലർ. അന്തർവാഹിനി, വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നത് ശബ്ദത്തിൻ്റെ ഏതു പ്രതിഭാസം ഉപയോഗിച്ചാണ് ഡോപ്ലർ ഇഫക്റ്റ്. ജലത്തിനടിയിലെ ശബ്ദം കേൾക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോൺ. വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ. വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഒഡോമീറ്റർ. വാഹനങ്ങളുടെ വേഗത അളക്കുന്നതിനുള്ള ഉപകരണം സ്പീഡോമീറ്റർ. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓസിലോസ്കോപ്പ്. ശബ്ദ പരീക്ഷണം നടത്തുന്നതിന് പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്റർ. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണം സോണാർ. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം മൈക്രോഫോൺ. വൈദ്യുത സ്പന്ദനങ്ങളെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണം ലൗഡ് സ്പീക്കർ. ശബ്ദത്തിൻ്റെ പ്രതിഫലനം ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ മെഗാഫോൺ, സ്റ്റെതസ്കോപ്പ്. ഏത് പദാർത്ഥത്തിൻ്റെ അഭാവം മൂലമാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തത്? വായു. ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈൻ. ചലനവുമായി ബന്ധപ്പെട്ട ബലം യാന്ത്രിക ബലം. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലം. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം പേശീബലം. കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവമുണ്ട്. കാന്തം ഉപയോഗിക്കുന്ന ഈ ബലം ഏത്? കാന്തിക ബലം. വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ ഉപയോഗിക്കപ്പെടുന്ന ബലം സമ്പർക്ക ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം സമ്പർക്കരഹിത ബലം. ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ സ്നേഹകങ്ങൾ. ഖരാവസ്ഥയിലുള്ള സ്നേഹകം ഗ്രാഫൈറ്റ്.
വാഹനങ്ങളുടെ ടയറുകളിൽ ചാലുകളും കട്ടകളും രൂപപ്പെടുത്തുന്നതിന് കാരണം ഘർഷണം കൂട്ടുവാൻ. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദം. ദ്രാവകമർദ്ദം. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാപിനി. ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം പ്ലവക്ഷമ ബലം. 212 BC-യിലെ രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ്. പാസ്കൽ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ബ്ലേസ് പാസ്കൽ. കണക്കുകൂട്ടൽ യന്ത്രമായ പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച വ്യക്തി ബ്ലേസ് പാസ്കൽ. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നതിന് അടിസ്ഥാനമായ നിയമം പാസ്കൽ നിയമം. യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിൻ്റെ അളവ് സാന്ദ്രത. ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകം മെർക്കുറി. ഒരു ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ. പാലിലെ ജലത്തിൻ്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊഹിഷൻ ബലം. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരായി ജലം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് കേശിക ഉയർച്ച. ജലം താഴേക്ക് താഴ്ന്നു നിൽക്കുന്നത് കേശിക താഴ്ച. അഡ്ഹീഷൻ ബലം കോഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ സംഭവിക്കുന്നത് കേശിക ഉയർച്ച. അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കോഹിഷൻ ബലമെങ്കിൽ സംഭവിക്കുന്നത് കേശിക താഴ്ച. ഒരു കുഴലിനകത്തെ ദ്രാവകത്തിൻ്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന ബലം അഡ്ഹീഷൻ ബലം. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം മെർക്കുറി. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്നത് വിസ്കസ് ദ്രാവകങ്ങൾ. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? വിസ്കോസിറ്റി കുറയുന്നു. ദ്രാവകോപരിതലം അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉളവാക്കുന്ന ബലം പ്രതലബലം. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണം പ്രതലബലം. ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാനും ഇരിക്കാനും സാധിക്കുന്നതിന് കാരണമായ ബലം പ്രതലബലം. ഭൂമിയുടെ ആകൃതി ഗോളാകൃതി. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് മാസ്. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് സർ ഐസക് ന്യൂട്ടൺ. വർത്തുളപാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലം അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലത്തിന് തുല്യവും നേർ വിപരീത ദിശയിൽ അനുഭവപ്പെടുന്നതുമായ ബലം അപകേന്ദ്ര ബലം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് പിണ്ഡം അഥവാ മാസ്. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. ഭാരത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ. ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സ്പ്രിംഗ് ത്രാസ്. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സാധാരണ ത്രാസ്. സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമം. ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചാൽ വസ്തുവിൻ്റെ ഭാരം 0. താപോർജ്ജത്തെക്കുറിച്ചും ഭൗതിക രാസപ്രക്രിയയിലെ ഊർജ്ജമാറ്റത്തെക്കുറിച്ചുമുള്ള പഠനം തെർമോഡൈനാമിക്സ്. താപം ഒരു ഊർജ്ജമാണെന്ന് കണ്ടെത്തിയത് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ. വളരെ താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ക്രയോജനിക്സ്. താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം തെർമോമീറ്റർ. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറി. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ.
നെഗറ്റീവ് താപനില രേഖപ്പെടുത്താത്ത സ്കെയിൽ കെൽവിൻ. സാധാരണയായി താപനില അളക്കുന്ന യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസ്. താപോർജ്ജത്തിൻ്റെ SI യൂണിറ്റ് ജൂൾ. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ് അബ്സല്യൂട്ട് സീറോ. സാധാരണ മർദ്ദത്തിൽ ഒരു ഖരവസ്തു ദ്രവീകരിക്കുന്ന നിശ്ചിത താപനില ദ്രവണാങ്കം. ഐസിൻ്റെ ദ്രവണാങ്കം 0 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്ന നിശ്ചിത താപനില ഖരാങ്കം. ഉയർന്ന താപനില അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം പൈറോമീറ്റർ. താഴ്ന്ന ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രയോമീറ്റർ. വസ്തുവിൻ്റെ താപനിലയെ സൂചിപ്പിക്കുന്ന അളവ് ഊഷ്മാവ്. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിൻ്റെ അളവ് ഊഷ്മാവ്. ഒരു പദാർത്ഥത്തിൻ്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപം താപധാരിത. മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ശീതമിശ്രിതം. മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസം പുനർഹിമായനം. ഒരു വസ്തുവിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാക്കുന്ന ഊഷ്മാവ് കേവല പൂജ്യം. ഖരപദാർത്ഥങ്ങളിൽ താപം പ്രസരിക്കുന്ന പ്രക്രിയ ചാലനം. തന്മാത്രകളുടെ ചലനം മൂലമുണ്ടാക്കുന്ന താപപ്രസരണം സംവഹനം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതി സംവഹനം. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണം സംവഹനം. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിൽ എത്തുന്ന പ്രക്രിയ വികിരണം. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലം. ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രസരിക്കുന്ന രീതി വികിരണം. ശരീര താപനില അളക്കുന്ന ഉപകരണം ക്ലിനിക്കൽ തെർമോമീറ്റർ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തോമസ് ക്ലിഫോർഡ് ആൽബർട്ട്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഫാരൻഹീറ്റ്. തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണപ്പെടുന്നത് മെർക്കുറി. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് സർ തോമസ് ആൽബർട്ട്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളച്ച ബാഷ്പമായി തീരുന്ന നിശ്ചിത താപനില തിളനില. അതിചാലകത കണ്ടെത്തിയത് കമർലിംഗ് ഓൺസ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം സ്വർണം. ചൂടാകുമ്പോൾ വസ്തുക്കൾ വികസിക്കുന്ന പ്രതിഭാസം താപീയ വികാസം. ചൂടാകുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങൾ. ചൂടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികാസം സംഭവിക്കുന്നത് ഖരപദാർത്ഥങ്ങൾ. ദ്രവീകരണ ലീന താപത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ദ്രാവകോപരിതലത്തിലെ തന്മാത്രകൾ ചുറ്റുപാടുകളിൽ നിന്ന് താപം സ്വീകരിച്ച് വാതകാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന പ്രവർത്തനം ബാഷ്പീകരണം. റെഫ്രിജറേറ്ററിൻ്റെ പ്രവർത്തനതത്വം ബാഷ്പീകരണം. അന്തരീക്ഷ വായുവിലെ നീരാവിയുടെ അളവ് ആർദ്രത. ആപേക്ഷിക ആർദ്രത അളക്കുന്ന ഉപകരണം ഹൈഗ്രോമീറ്റർ. വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവ് കേവല ആർദ്രത. ഖനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവ് അറിയപ്പെടുന്നത് തുഷാരാങ്കം. താപവ്യത്യാസം കൂടുതലാകുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറവ്. താപവ്യത്യാസം കുറയുമ്പോൾ ആപേക്ഷിക ആർദ്രത കൂടുതൽ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആൽബർട്ട് ഐൻസ്റ്റീൻ.
ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് രൂപീകൃതമാകുന്ന ഊർജം സ്ഥിതികോർജം. ജലസംഭരണിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജം സ്ഥിതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമേത്? ഗതികോർജം. ഒഴുകുന്ന ജലം, വീഴുന്ന വസ്തുക്കൾ, പായുന്ന ബുള്ളറ്റ് എന്നിവയിലെ ഊർജം ഗതികോർജം. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ ഇന്ധനങ്ങൾ. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണം വിറക്, കൽക്കരി. ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. ദ്രാവക ഇന്ധനങ്ങൾ വേർതിരിച്ചെടുക്കുന്നത് പെട്രോളിയത്തിൽ നിന്നും. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യുവൽ. ഇന്ധനങ്ങളിൽ നിന്ന് ഊർജം പുറത്തുവരുന്ന പ്രക്രിയ ജ്വലനം. ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം സൂര്യൻ. കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ബഹിരാകാശ വാഹനങ്ങളുടെയും മുഖ്യ ഊർജ സ്രോതസ് സൗരോർജം. ഉത്തോലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലം യത്നം. ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം രോധം. ഉത്തോലക തത്വം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആർക്കിമിഡീസ്. ഊർജവാഹികളായ കണങ്ങൾ ഉൾക്കൊള്ളുന്നതും ബഹിരാകാശത്തു നിന്നും വരുന്നതുമായ വികിരണമേത്? കോസ്മിക് രശ്മി. ഇതുപോലെ ഓരോ ടോപ്പിക്കുകളും ഒറ്റ വീഡിയോ ആക്കി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു വരികയാണ്. ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സന്ദർശിക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ PhD പഠിക്കുന്ന ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. താങ്ക്